ഓ യെസ്, തലശ്ശേരി ലിബർട്ടി പാരഡൈസിലാണ് ദുൽഖർ സൽമാൻ്റെ കാന്ത കാണാൻ ഞാൻ പോയത്. DQ സിനിമയുടെ ഓളമൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായില്ല. അത്യാവശ്യം വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ ഓഡിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സിനിമ തുടങ്ങി. കാന്തയുടെ പ്രൊമോഷൻ സമയത്ത് റാണ DQവിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ ഡയലോഗുണ്ട്. ഈ സിനിമയിലെ ഡയലോഗ് തന്നെയാണ് നടിപ്പിൻ ചക്രവർത്തി. യെസ്, അങ്ങനെയാണ് റാണ DQവിനെ വിളിച്ച് പറഞ്ഞത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ദിസ് നടിപ്പിൻ ചക്രവർത്തി, വാട്ട് എ പെർഫോമൻസ്! എന്ത് രസമായിട്ടാണ് DQ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ പറയാറില്ല, റേഞ്ചുള്ള ഒരു അഭിനയം അല്ലെ പെർഫോമൻസ് എന്ന് പറയാറില്ലേ, ആ ഒരു പെർഫോമൻസ് തന്നെയാണ് DQ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈഗോ, തലക്കനം, ദേഷ്യം, സെൻറ്റിമെൻറ്റ്സ്, റൊമാൻസ് എന്നിങ്ങനെ എല്ലാമുള്ള ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടർ DQവിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. കാരണം എവിടെയും ഒരു ഓവറോ അല്ലെങ്കിൽ താഴ്ചയോ ഒന്നും വന്നിട്ടില്ല. ആ സെറ്റിലായിട്ടുള്ള അഭിനയം, അതും എന്ത് രസത്തിലാണ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ DQവിനെ കുറിച്ച് മാത്രമല്ല, സമുദ്രഗിനി, ഇതിലെ നായിക, റാണ, ബാക്കിയുള്ള ആർട്ടിസ്റ്റ്, ഇവരൊക്കെ പെർഫോമൻസ് എടുത്ത് പറയാനുണ്ട്. പിന്നെ അടുത്ത് പറയാനുള്ളത് ആർട്ട് ആൻഡ് CG വർക്ക്. കാരണം ഈ പടത്തിൻ്റെ ഒരു 90% ഷൂട്ട് നടക്കുന്നത് സ്റ്റുഡിയോയിലാണ്. ആ സ്റ്റുഡിയോ ഒക്കെ സെറ്റിട്ടതും പഴയ കാലത്തെ സ്റ്റുഡിയോ ഒക്കെ ഒറിജിനാലിറ്റി രീതിയിൽ തന്നെ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുകയാണ്. പിന്നെ BGM അത് എടുത്ത് പറയേണ്ടതാണ്. കാരണം ഒരു കൾച്ചർ, ആ ഒരു കൾച്ചറിനെ കറക്റ്റ് ഉൾക്കൊണ്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ പഴയ കൾച്ചറും പിന്നെ ആ പ്രസൻറ്റ് കാലഘട്ടത്തെ മ്യൂസിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് സോങ്സൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അതൊക്കെ ആ ഒരു സിനിമയ്ക്ക് മൂഡിനനുസരിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ ഡയറക്ടർ ഓഫ് കോഴ്സ് പറയേണ്ടതാണ്. കാരണം മേക്കിംഗ് സ്റ്റൈൽ അതൊരു പുതുമയായിരുന്നു മേക്കിംഗ് സ്റ്റൈൽ. കാരണം റിയൽ ലൈഫാണ് കാണിച്ചിരിക്കുന്നത്. ആ റിയൽ ലൈഫും ബ്ലാക്ക് ആൻഡ് വൈറ്റും കളർ ടോണും മാറി വരുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊരു ബോറിംഗ് ഇല്ലാതെ നമുക്കത് ആ പടത്തിൽ ആസ്വദിച്ച് കാണാൻ പറ്റി സാധിക്കുന്നുണ്ട്. അത് എടുത്ത് പറയണം. അതിൻ്റെ കൂടെ തന്നെ എഡിറ്റിങ്ങും എടുത്ത് പറയേണ്ടതാണ്. കാരണം ആ എഡിറ്റിംഗ് പാറ്റേണും നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് കളർ ടോൺ ആ രസത്തിൽ തന്നെ എഡിറ്റിങ്ങിൽ അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ക്വാളിറ്റി ഈസ് എ ഗുഡ്. അതായത് വളരെ കിടിലായിട്ട് ചെയ്തു വെച്ചൊരു സിനിമ. നല്ല ക്വാളിറ്റി, നല്ല രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാ രീതിയിലും വന്നൊരു സിനിമയായിരുന്നു ഇത്. പിന്നെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ. സ്റ്റോറി ഓക്കെ, നോർമൽ സ്റ്റോറിയാണ്. സ്ക്രീൻ പ്ലേയും കുഴപ്പമില്ല, ആ രീതിയിൽ തന്നെ ഒഴുകിപ്പോകുന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ ഉണ്ടായത്. പിന്നെ ഈ സിനിമയെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഡ്രാമ ക്ലാസിക് ഇഷ്ടമാണെങ്കിൽ, ആ ജോണർ ഇഷ്ടമാണെങ്കിൽ ദ മസ്റ്റ് വാച്ച്. ഒരു ക്രിട്ടിക്കൽ ലെവലിൽ ഒരു സിനിമയെ അത്ര രീതിയിൽ കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഈ സിനിമ വളരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റും. അഥവാ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ സിനിമയിൽ ആ ഒരു കൊമേഴ്ഷ്യൽ വളരെ കുറവാണ്. കാരണം ഒരു സ്ലോ ഫേസ് ആണ്, കുറച്ച് ലാക്കൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു എൻഗേജ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇതിന് മുന്നേയുള്ള DQവിൻ്റെ അന്യഭാഷ സിനിമകളിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെർഫോമൻസ് പ്ലസ് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആയിരുന്നു. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ സീതാരാമായാലും ലക്കി ഭാസ്കർ ആയാലും തമിഴിലൊക്കെ കൺമണി ആയാലും ഇതൊക്കെ ഒരു കൊമേഴ്ഷ്യൽ പ്ലസ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് കാന്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫോമൻസ് പ്ലസ് ക്ലാസിക്കാണ്. ഒരു ക്ലാസിക്കായ സിനിമ, അതായത് ക്രിട്ടിക്കൽ ലെവൽസ് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സിനിമയാണ്. ഇത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൊമേഴ്ഷ്യൽസ് കുറവായതുകൊണ്ട് യങ്സ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ DQവിൻ്റെ ആരാധകന്മാർക്ക് ദഹിക്കണമെന്നില്ല. ബട്ട് എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ് കാന്ത. XM channel, please subscribe and like.